ഹായ് ഹലോ, എല്ലാവർക്കും ഹാപ്പി വിഷു. അപ്പം ഇന്ന് എൻ്റെ വിളവെടുപ്പ് വിഷുവിന് വേണ്ടിയിട്ടുള്ളൊരു വിളവെടുപ്പാണ് കേട്ടോ. ഇന്ന് വിഷു അല്ലേ, അപ്പം നമ്മളെ ടെറസിൻ്റെ മുകളിലുള്ള പച്ചക്കറിയൊക്കെ എടുത്തിട്ടാണ് നമ്മളിന്ന് നമ്മളെ കൂട്ടാനൊക്കെ ഉണ്ടാക്കുന്നത്. അപ്പം ഞാനൊരു സാമ്പാർ ഉണ്ടാക്കാമെന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ ഇപ്പം ഇന്ന് ടെറസിൻ്റെ മുകളിൽ കയറിയത്. അപ്പം നമുക്ക് ആദ്യം നമ്മൾ വെണ്ടയ്ക്കയാണ് പറിക്കുന്നത്. നമ്മളെ ഫ്രഷായിട്ടുള്ള പച്ചക്കറി തന്നെ ആയിക്കോട്ടെ വിഷുവിന്. അപ്പം ഞാനിതാ വെണ്ടയ്ക്കൊക്കെ പറിക്കുന്നുണ്ട്. വെണ്ടൻ്റെ മരം ചെറിയ മരമാണ് കേട്ടോ. അപ്പം ഞാനിതാ പറിക്കുമ്പോൾ എൻ്റെ കൊമ്പന്നെ പൊട്ടിപ്പോയി, മരത്തിൻ്റെ നടുവന്നെ പൊട്ടി. ഞാൻ ഈ ഇടത്തെ കയ്യിൽ ഫോണായതുകൊണ്ട് എനിക്ക് കത്രി കൊണ്ട് മുറിക്കാൻ ബുദ്ധിമുട്ടാണ്. അപ്പം ഞാൻ കൈ കൊണ്ട് തന്നെ പൊട്ടിച്ച് നോക്കിയതാണ്. അപ്പോൾ ആ മരത്തിൻ്റെ തല പൊട്ടി. ഇനി ഉണ്ടാവുമെന്ന് അറിയില്ല, നമുക്ക് കെട്ടി നോക്കി നോക്കാം. ഇപ്പം അത്രയും വെണ്ടക്ക കിട്ടി എനിക്ക് കേട്ടോ. ഒരു 5 വെണ്ടക്ക കിട്ടിയിട്ടുണ്ടെന്ന് ഇന്ന് മതിയല്ലോ നമ്മളെ സാമ്പാറിനിടാൻ. പിന്നെ നമ്മളെ വിഷുവിന് ഒഴിച്ചുകൂടാൻ പറ്റാത്തൊരു സാധനമാണ് ഈ ഒരു സാധനം ഉണ്ടല്ലേ, കണിവെള്ളരി. കണിവെള്ളരി എല്ലാം സൂപ്പറായി നിൽക്കുന്നുണ്ടല്ലേ. വലിപ്പം കുറവാട്ടോ, നമുക്ക് സാമ്പാർക്കിടാനുള്ള വലിപ്പമൊക്കെ ഉണ്ട്. പിന്നെ കുറച്ച് പയറും പയറൊക്കെ ഈ തത്ത വന്ന് ഒക്കെ കുരുവൊക്കെ തിന്നു പോവുകയാണ് തെളിച്ചിട്ട്. അപ്പോൾ നമ്മളുള്ള പയർ നിർത്താൽ നമുക്ക് സാമ്പാറിലിടാമെന്ന് വിചാരിച്ചിട്ടാണ് ഞാനിന്ന് നമ്മളുള്ള പയർ ഇറക്കണത്. നമ്മളങ്ങനെ പയറ് വറുത്തു കേട്ടോ. ഇനി കുറച്ച് വഴുതന ഉണ്ട് നമുക്ക് പറിക്കാൻ. അങ്ങനെ പച്ച വഴുതനയാണ്. വഴുതനയൊക്കെ ഇപ്പോൾ കായ നിന്നിട്ടുണ്ട് കേട്ടോ, ചെറിയ ചെറിയ കായകളാണ്. ഞാൻ എന്താ കാട്ടിയെന്ന് പറയുമോ, എൻ്റെ എല്ലാ വഴുതന മരം വെട്ടി നിർത്തിയിരിക്കുകയാണ്. വലിയ കൊമ്പുകളൊക്കെ മുറിച്ചിട്ട് അങ്ങനെ കുറ്റിയാക്കി നിർത്തിയിരിക്കുകയാണ്. ഇനി ഉണ്ടാവും, അതിന്മേൽ പുതിയ കൊമ്പുകൾ തെഴുത്ത് ഉണ്ടാവും. അപ്പോൾ അതിന്മേൽ നിറയെ കായും പൂവും ഉണ്ടാവും. അതിന് വേണ്ടിയിട്ടാണ് ഞാൻ ഇപ്പോൾ ഒക്കെ വെട്ടി നിർത്തിയിരിക്കണേ. അപ്പോൾ ഈ 2 മരം ഉള്ളൂ ഇനിയിപ്പോൾ വഴുതന മരം നിൽക്കുന്നത്. വലിയ വലിപ്പമില്ലെങ്കിലും നല്ല വഴുതന ഉണ്ടാവുന്നുണ്ട് കേട്ടോ അതിന്മേ. അപ്പം അങ്ങനെ നമ്മളെ വഴുതനയൊക്കെ കുറേ പറിച്ചു കേട്ടോ. ഒന്ന് നമുക്കൊരു ഉപ്പേരി വെക്കാനൊക്കെ ഉണ്ട് വഴുതന. ഞാനത് സാമ്പാറിലിടാമെന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ ഇപ്പോൾ ഇതിന്മേൽ പറിക്കണത്. പിന്നെ തക്കാളി, അത് പിന്നെ ഞാൻ വേണ്ടത് ഞാൻ അപ്പോൾ പറിച്ച് ഇതിന്മേൽ പോകലാണ് കേട്ടോ. അറുത്ത് കൊണ്ടുവെക്കലില്ല. നല്ല പഴുത്ത തക്കാളി നോക്കിയിട്ടൊരു 3-4 ദിവസം ഞാൻ ഇതിന്മേൽ പറിച്ചു കൊണ്ടുപോയി. തക്കാളി കണ്ടില്ല പഴുത്ത്. ഇത്ര തക്കാളി ഞാൻ ഇതിന്മേൽ പറിച്ചതെന്നറിയോ, ഒരുപാട് തക്കാളി ഉണ്ടായിരുന്നു കേട്ടോ. ഇനി ഒരുപാട് തക്കാളി ഇതിന്മേൽ പഴുക്കാനുണ്ട് കേട്ടോ. അപ്പം ഇത്രയും പച്ചക്കറി ഇപ്പം ഞാൻ പറിച്ചു. ഈ പച്ചക്കറി പറിച്ചു കൊടുന്ന് വെച്ചപ്പോഴാണ് എനിക്കൊരു ഓർമ്മ വന്നത്, എനിക്കൊരു സാധനം കൂടിയും പറിക്കാണ്ടല്ലോ. ഞാൻ വേഗം ആ സാധനം പറിക്കാൻ പോകട്ടോ. ആ സാധനമാണിത്, നമ്മളെ കേബേജ്. ഒരു കേബേജ് ഞാൻ പറിച്ചു, ഇത് 2ാമത്തെ കേബേജാണ് കേട്ടോ. ഇതും പറിക്കാനായിട്ടുണ്ട്. ഇത് അത്ര തന്നെ വലിപ്പം വെച്ചിട്ട് ചെയ്യാം, എന്നാലും കുഴപ്പമില്ല. അത്യാവശ്യം നല്ല വലിപ്പമൊക്കെ ഉള്ള കേബേജ് തന്നെയാണ്. അതും എനിക്ക് കൈ കൊണ്ട് പൊട്ടിക്കാനൊരു ബുദ്ധിമുട്ട്, എന്നാലും എങ്ങനെയൊക്കെയോ ഞാൻ ആ കേബേജ് പൊട്ടിച്ചു കേട്ടോ. കത്രിക കൊണ്ടാണെങ്കിൽ നമുക്കത് വേഗം പൊട്ടിക്കാം. കത്രിക ഇല്ലാത്തതുകൊണ്ടാണ് ഇത് പൊട്ടിക്കാൻ ബുദ്ധിമുട്ട്. കൈ കൊണ്ടല്ലേ, ഈ കയ്യിൽ ഫോണല്ലേ, അതുകൊണ്ടാണ്. മാഷാ അല്ലാഹ്, കണ്ടില്ലേ എൻ്റെ വഴുതനല്ല കേബേജ്. അപ്പം ഇന്ന് ഇത്രയും പച്ചക്കറിയാണ് കിട്ടിയിരിക്കുന്നത്. ഇഷ്ടപ്പെട്ട എല്ലാവരും എന്നെ സപ്പോർട്ട് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് അടിക്കുക. ഇന്നത്തെ കേബേജ്, വഴുതന, വെള്ളരി, തക്കാളി, പയറ്, വെണ്ട, ഇത്രയും പച്ചക്കറി ഇന്ന് നമ്മളെ ടെറസിൻ്റെ മുകളിൽ നിന്ന് കിട്ടിയതാണ് കേട്ടോ. എല്ലാവരും ഇങ്ങനെ ഒന്ന് ഉണ്ടാക്കി നോക്കിയാൽ നമ്മൾ വീട്ടിലേക്ക് വേണ്ട അത്യാവശ്യം പച്ചക്കറി നമുക്ക് കിട്ടും. അപ്പം ഇന്ന് ഇത്രയേ ഉള്ളൂ. എല്ലാവരും സപ്പോർട്ട് ചെയ്യുക.